പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം PMS, അതായത് മാസം മുറയ്ക്ക് മുമ്പുള്ള ഒരവസ്ഥയുണ്ട് സ്ത്രീകൾക്ക്. അപ്പോൾ അത് ശരിക്കും സ്ത്രീകളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരുപാട് ഡിസ്ട്രസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാം. കാരണം അത് നിലവിൽ എന്തുകൊണ്ട് വരുന്നു, അതെങ്ങനെ, എന്തൊക്കെയാണ് സിംറ്റംസ്, അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാമെങ്കിൽ കുറേയധികം പിരിമുറുക്കങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പല ഫാമിലിയിലും ഇതൊരു വിഷയമായിട്ട് തന്നെ വരാറുണ്ട്. പലപ്പോഴും അത് ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം? പലപ്പോഴും പീരീഡ്സ് വരുന്നതിന് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു 10 ദിവസം മുമ്പൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അവർക്കൊരു പിരിമുറുക്കം വരും, അവർക്ക് ഒരു ഡിപ്രഷൻ ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാകാം, ചിലപ്പോൾ ഒരു ക്ഷീണമായിരിക്കും വരുന്നത്, ചിലപ്പോൾ തലവേദന ഉണ്ടാകും, കോൺസ്റ്റിപ്പേഷൻ വരും, ചില ക്രേവിങ്സ്, ചില ആഹാരത്തോട് ചിലപ്പം വിരക്തി ഉണ്ടാകാം, ചിലപ്പോൾ ക്രേവിങ് ഉണ്ടാകാം, ചിലപ്പോൾ ഈവൻ സൂയിസൈഡ് ടെൻഡൻസി വരെ ചില സ്ത്രീകൾക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിപ്രഷൻ്റെ ചില അതുപോലെ ചില അവസരത്തിൽ ഈ കൂടെ യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നും. അതല്ലെങ്കിൽ മൊത്തത്തിലൊരു ഒരു വീക്കം, ഒരു നീര് വെച്ച പോലെ, പല ഇടുന്ന ഡ്രസ്സുകളൊന്നും പാകമാകാതെ വരുമോ, മുഖത്തൊരു വീക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ മൊത്തത്തിൽ കാലിൽ ഒക്കെ ഒരു 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 നീര് നിറഞ്ഞ ഒരവസ്ഥയുണ്ടാകും. ഇത് പലപ്പോഴും ഭയങ്കര അരോചകമായിട്ട് തോന്നിക്കും. അത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ആ സമയത്ത് ഈ മൂഡ് വേരിയേഷൻ, മൂഡ് സ്വിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് പലപ്പോഴും ഭർത്താക്കന്മാർ മനസ്സിലാക്കാതെ പോകും, അല്ലെങ്കിൽ പേരൻസ് മനസ്സിലാക്കാതെ പോകും, അധ്യാപകർ മനസ്സിലാക്കാതെ പോകും, ഓഫീസിലെ മാനേജർമാരോ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സോ അത് മനസ്സിലാക്കാതെ അവസ്ഥയിൽ പലപ്പോഴും പല സംഘർഷങ്ങളും പല വിഷമങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇത് എല്ലാവരും അറിവിലേക്ക്. ഇതുകൊണ്ട് വാട്ടർ റിട്ടൻഷനാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അപ്പം 1 കിലോ മുതൽ അല്ലെങ്കിൽ 1.5 കിലോ മുതൽ 5 കിലോ വരെ വെയിറ്റ് കൂടാനുള്ള സാധ്യത പലപ്പോഴും കാണുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയുള്ളവർക്ക് എപ്പോഴും വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, കാലിലൊക്കെ നീര് വരും, മനസ്സിലായില്ല. അതായത് സോഡിയവും അതുപോലെ തന്നെ വെള്ളം ഇത് രണ്ടും ബോഡിയിൽ പിടിച്ചു വെക്കും ഈ ഒരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ. ഈസ്ട്രോജൻ ഓൾറെഡി കൂടുന്ന ഒരവസ്ഥയാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു റീസൺ. ഈ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത്, എങ്ങനെ ചികിത്സിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഇൻടേക്ക് ലിമിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവും കുറയ്ക്കുക എടുക്കുന്നത്. അതൊരു 10 ദിവസത്തേക്ക് ഉപ്പിൻ്റെ അംശം കുറച്ചെടുക്കാമെങ്കിൽ കുറേയധികം ഇതിനകത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നുള്ളത് പ്രൊജസ്ട്രോൺ കൂടുതലെടുക്കുന്നതും ഹോർമോൺ കഴിക്കുന്നത് മറ്റ് ചികിത്സാ രീതിയാണ്. അത് വേണമെങ്കിൽ അവലംബിക്കാവുന്നതേ ഉള്ളൂ. ബ്രസ്റ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈ ഒരു അവസ്ഥയിൽ. ഇതൊരു സൈക്കോസൊമാറ്റിക് ഡിസീസാണ്, അതാണ് നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത്. അപ്പം അത്രയും സെൻസിറ്റീവ് ഇൻഡിവിജ്വൽസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. ഫാമിലിയിലെ ഒരു ഹാർമണി തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടും, വളരെ ഡിസ്റ്റർബ് ആകാറുണ്ട്. ഞാൻ പറഞ്ഞു സൂയിസൈഡ് ടെൻഡൻസി വരികയും ഈവൻ ക്രൈം ടെൻഡൻസി കൂടുതലാണ്. ഫീമെയിൽസിൻ്റെ ഏറ്റവും കൂടുതൽ ക്രൈം ടെൻഡൻസി കൂടുന്ന ഒരവസ്ഥയാണ് ഇത്. മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് ചികിത്സ നമ്മൾ നൽകുന്നുണ്ട്. അതിൽ ബോവിസ്റ്റ, അതുപോലെ കൽക്കേരിയ കാർബ്, കൽക്കേരിയ ഫോസ്, കുപ്രമെറ്റ്, ലാക്കസീസ്, ലാക്കോപോഡിയം, നാട്രമോർ, പൾസാറ്റില്ല, സെപ്യ, ഇത്രയും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് വരുന്ന മരുന്നുകളാണ്. പിന്നെ കൗൺസിലിംഗ് വളരെ നല്ലതാണ്. കൗൺസിലിംഗ് ഞാൻ പറഞ്ഞു, ഭർത്താക്കന്മാരുടെ സാന്നിധ്യം പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. എക്സസൈസ് ചെയ്യാം, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാമെങ്കിൽ ഈ PMS ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കഫീൻ്റെ അളവ് കുറയ്ക്കുക, ആൽക്കഹോൾ ഇൻടേക്ക് കുറയ്ക്കുക, സ്മോക്കിംഗ്, പുകവലി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നോക്കുക. പിന്നെ പുകവലിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ഉറങ്ങുക, അതുപോലെ യോഗ പോലെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എപ്പോഴും നല്ലതാണ്. റിലാക്സേഷൻ മെത്തേഡ്സ്, റിലാക്സേഷൻ ടെക്നിക്സ് എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റെറോൺ കരച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ. അപ്പോൾ അത് ടെസ്റ്റോസ്റ്റെറോൺ എടുക്കുമെന്നുണ്ടെങ്കിൽ ഈ കരച്ചിൽ ഒരുപക്ഷെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ പ്രൊലാക്റ്റിനാണ് പലപ്പോഴും പ്രൊലാക്റ്റിനാണ് സാധാരണ ഈ കരച്ചിൽ ഉണ്ടാക്കുന്നത്. അപ്പം ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ കരച്ചിൽ കുറയ്ക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നുള്ള ഒരു ഉപദേശമാണ് എനിക്ക് ഈ അവസരത്തിൽ നൽകുവാനുള്ളത്. പലപ്പോഴും ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്
ഈ ഒരു സംസാരത്തോടു കൂടി കുറച്ച് പേരിലെങ്കിലും എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.